വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിബാബ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ ഇൻട്രോ എടുക്കണത്. ഇത് ഇന്നലത്തെ മിന്നാന്നത്തെ ഒക്കെ വീഡിയോ ആണ്. ഞാനും ഏട്ടൻ പോണ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ ഇരുന്നിട്ട് പിന്നെ പോവുമായിരുന്നു. അപ്പോൾ പോണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തലേ ദിവസം ഞാനും ഏട്ടനും കൂടി ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് വെറുതെ ഞങ്ങളൊന്ന് മുടി വെട്ടാനൊക്കെ ഏട്ടനും മുടി വെട്ടാൻ പോകേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ എന്നെയും കൊണ്ടുപോയി ചോദിച്ചപ്പോൾ വെറുതെ പോയതാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്നപ്പോൾ ചെറുതായിട്ട് ഞാൻ കുറച്ച് നേരം എടുത്തിട്ടുള്ളൂ. അപ്പം അതും പിന്നെ മമ്മി ഇവിടെ എന്തോ വീഡിയോ എടുത്ത് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് എഡിറ്റിനതിന് മുന്നേ ഒരു ഇൻട്രോ കൊടുത്താണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു മൂവിക്ക് പോയി വന്നതാണ്. അപ്പം ഞാൻ എന്തായാലും റെഡി ആയിട്ടിരിക്കില്ല. അപ്പോൾ ഒരു ഇൻട്രോ കൊടുക്കാൻ വിചാരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എന്തായാലും ഓക്കെ. ഉണ്ണി ഇവിടെ ഇരുന്ന് സിനിമ ഉണ്ട്. നീ കാണാൻ തരാം, സിനിമാറ്റിക് ആണ്. ഓക്കെ ബൈ മാ. ഓക്കെ ബൈ. എന്താ കാണുന്നത്? കലാപ കഥലനോ? ഓക്കെ ബൈ. ജാട ബൈ തരാൻ വയ്യ. ഹലോ ഗൈസ്, അപ്പോൾ ഇൻട്രോ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനൊരു വീക്കെൻഡ് വ്ളോഗ് പോലെ എടുത്തിരിക്കണം. അപ്പോൾ എന്തായാലും ഓക്കെ. ഹലോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഒരു തോണി ഉണ്ടാക്കിയാൽ എനിക്ക് പറ്റുന്നില്ല. മറന്നുപോയി. സത്യമായിട്ട് അറിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എവിടെ വന്ന് കഴിഞ്ഞിട്ട് തോണിൻ്റെയൊക്കെ കളിച്ചു ആദ്യം നോക്കിയാൽ കിട്ടില്ല. എങ്ങനെ ഇപ്പൊ കിട്ടി. നിന്നെ കിട്ടണമെന്നില്ല. എന്നെ കിട്ടണം. ഞാനല്ലേ മെയിന്. എൻ്റെ ചിക്കൻ സൂപ്പ് വന്നു ഗൈസ്. ശരി, എത്ര ഞാൻ കുടിക്കില്ല. ചിക്കനായതുകൊണ്ട് വെജാണ്. ശരിയാ, ഏറ്റവും കുടിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. ഞാൻ പെട്ടു ഗൈസ്. വെജ് പിടിച്ചോണ്ടിരുന്നില്ല അല്ലേ? മാറ്റി തരുമല്ലോ. അവരെ പുറത്താക്കും. എല്ലാരും കണ്ടു. ആര് നോക്കി? ടേസ്റ്റാ മതിയോ? മധുരമുണ്ട്. സ്പൈസിയല്ലേ ഇപ്പോൾ? സ്പൈസിയാണ്, മധുരം. എന്തൊരു മധുരം, പുളി ഒക്കെ ഉണ്ട്. എന്ത് ചിക്കൻ സൂപ്പാണ് കുറച്ച് സ്പൈസി ആയിട്ട്. ഞാനൊരു എവിടെയോ പോയപ്പോൾ ചിക്കൻ സൂപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ. അവിടെ തന്നെ 2 വട്ടം പോയിട്ട് ഞാൻ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഓരോരുത്തർ ചിക്കൻ സൂപ്പ് ഓരോ പോലെ ഇരിക്കും. ഞാൻ എവിടെ പോകുമ്പോഴും വേറെ ടൈപ്പ് ചിക്കൻ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സോസ് ഒഴിക്കാണ്ട് വയ്ക്കില്ലല്ലോ. ഏട്ടൻ പഠിച്ച പണിയാണ്. ഏട്ടൻ ആ വെജ് ഫ്രൈഡ് റൈസ് ഫുള്ള് കഴിക്കും പറഞ്ഞിട്ടാണ് ഞാൻ സൂപ്പ് ഓർഡർ ചെയ്തത്. എനിക്ക് എന്തെങ്കിലും വേണ്ടേ കഴിക്കുമല്ലോ ഇപ്പോൾ. വെജ് ഫ്രൈഡ് റൈസ് ഞങ്ങൾക്ക് 2 ആൾക്കുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങൾ വേറെ മതിയായിരുന്നു. സൂപ്പാണെങ്കിൽ നല്ല മധുരവും നല്ല എരിവും. എനിക്ക് ആ കോമ്പിനേഷൻ ഇഷ്ടമല്ല. എരിവ് മാത്രമാണെങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. മധുരം സൂപ്പ് ഫുള്ള് ഒറ്റയ്ക്ക് കുടിക്കണം. അതാണ് പ്രശ്നം. ചിക്കൻ ഏട്ടൻ കഴിക്കില്ല എന്നുള്ളത് ഓർമ്മില്ല. അതും കൂടെ പറയണോ? കേട്ടെ കേട്ടാനൊന്നുമില്ല. കേട്ടണ്ട. പിന്നെ നമ്മൾ മുടിവെട്ടാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിന്നെയും വീണ്ടും മുടിവെട്ടാൻ വന്നു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ടും ഞങ്ങൾ അവിടെ വന്നപ്പോഴും തിരക്കായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് അങ്ങനെ പോണത്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടെത്തുമ്പോഴേക്കും ഒരു 11:50 സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഉണ്ണിച്ചക്കൻ റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇന്നലെയൊക്കെ പോയിട്ട് ഇന്നലെയൊക്കെ പോയിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആള് വരുമ്പോ ആളുടെ ഒരു ബാഗോ തുണിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആള് ബാഗൊക്കെ ആയിട്ടാണ് പോണത്. നമ്മൾ കുറെ ഇപ്പൊ സ്കിൻ കെയർ ഒക്കെ ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ സ്കിൻ കെയർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാപ്പിയാണോ? എന്നിട്ട് പറയണേ അയ്യോ ഇതൊക്കെ വല്യമ്മ അവിടെ പോയി എടുക്കുന്നേ. അത് കിച്ചന് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. കിച്ചു എല്ലാവർക്കും നമ്മളിങ്ങനെ ആരെയിലൊക്കെ വരുമ്പോ ഇങ്ങനെ കൊടുക്കും കേട്ടോ പ്രൊഡക്ട്സ് ഒക്കെ. രസമുണ്ട്. പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കും കേട്ടോ. അപ്പൊ കിച്ചു ഇങ്ങനെ ചെവിയിലെന്ന് പറയും ഏയ് എനിക്കെടുത്തേക്കെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കിച്ചന്റെ പെട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിച്ചന് നല്ല മണല്ലേ മമ്മി? അതെടുത്തോ? മമ്മി വന്നിട്ട് ഒരു ഇത് കൊണ്ടുപോയി. അല്ല കിച്ചുവിന് നമുക്ക് സെപ്പറേറ്റ് ആണ്. രണ്ടാം മേച്ച് നോക്ക്. തല്ലുണ്ടാക്കാണ്ടിരിക്കണുണ്ടോന്ന് എന്താ പറഞ്ഞറിയോ? അവളുടെ തനി സ്വഭാവം അവന് മാത്രമേ അറിയുള്ളൂ. വാടാങ്ങിട നിന്ന് ശരിയായിട്ട് അടുക്കിട ജ്യൂസ് എന്നൊക്കെ പറയാ. അല്ലാണ്ട് അടിച്ച് ഞാൻ അടിച്ചു കൊടുക്കാറുണ്ടോ? കിച്ചുവിന്റെ മെയിൻ ട്രിക്ക് എന്താണെന്നറിയോ? വൈകിട്ട് ഞാൻ രാത്രിയെ ജ്യൂസ് അടിക്കുക. രാത്രിയാണ് ജ്യൂസ് അടിക്കുക. എന്നിട്ടില്ലേ വാവടേന്ന് 1 ഗ്ലാസ് കുടിക്കും, എന്റേന്ന് 1 ഗ്ലാസ് കുടിക്കും. കിച്ചന് മൊത്തം 1 ഗ്ലാസ്. കയ്യണ്ടടി പൊന്നാ ചുന്തിരി. എന്തിനു കയ്യണത്? എന്തിനു കഞ്ഞത്? വിഷമായി ആട്ടും പോയപ്പോ സന്തോഷമാണ്. അതെ, ആരും നീ ജ്യൂസ് അടിച്ചു തരിക? അവിടെ ജ്യൂസ് പാർട്ട്ണർ നീ അടിച്ചു കൊടുക്കാറ്. പോട്ടെ, വിഷമിച്ചിട്ടാട്ടോ പൊന്നാ. റെഡി പൊന്നാ. ആ പയ്യേ. അപ്പം ഞാനും ഉണ്ണിയും കൂടി ഒരു കല്യാണത്തിന് പോവാണ്. ഒരു റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ട്. സോ നമ്മൾ റിസപ്ഷൻ ഉണ്ട്, നമ്മൾ അതിന് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ദിസ് ഇസ് ഫ്രം മന്ദാര റീസ്റ്റൈൽ കൗച്ചർ. അപ്പോൾ നമ്മുടെ ഗോപി ചേച്ചി ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് പോയി. അയ്യോ എന്ത് വീഴാൻ പോണേ. ഇന്നലെ പെട്ടെന്ന് പോയി, ഇന്ന് പെട്ടെന്ന് സെറ്റാക്കി തന്നു. ഐ മീൻ ഇന്ന് എനിക്ക് കുറച്ച് ഷേപ്പ് ചെയ്യാണ്ടായിരുന്നു. ഉണ്ണിയുടെ ഡ്രസ്സിന് അത്ര ഷേപ്പ് ചെയ്യാനില്ല. ഉണ്ണിയുടെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. എടുത്തിരിക്കേ. ഇതാണ് ഉണ്ണിയുടെ ഡ്രസ്. അപ്പം എന്താ പുറത്തത്തെ സൺലൈറ്റ് ഈസ് ഗ്രേറ്റ്. നല്ല ഭംഗിയുണ്ട്. ഉണ്ണി കം ഹിയർ. ഉണ്ണിയും വാവക്കുട്ടിയും ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ചെയ്താട്ടോ. നമ്മളെ സോണി ഉണ്ട് എന്നാണ് അവള് പറയണത്. നമ്മളെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു മാരേജാണ്. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു മാരേജ് ആട്ടോ. അപ്പം അതിന് പോവാണ്. റിസപ്ഷനാ പോണത്. പാലക്കാടാണ് സ്ഥലം. മങ്കരല്ല, എടത്തറ. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിട്ട്. അവർക്ക് അറിയില്ല. ഞാൻ ആലോചിക്കണം. എന്താ ഒരാള് പോകുമ്പോ ഒരാള് പാവക്കുട്ടി സിനിമാറ്റിക്കിലൊക്കെ ഇട്ടിട്ടേ അത് ഇതായിരുന്നില്ല. അല്ല, ഞാൻ ആലോചിക്കണം. പാവ എൻ്റെ കുട്ടികളെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ എനിക്ക് വിഷമാവും കേട്ടോ. എനിക്ക് പോകാനും വയ്യ. എനിക്ക് പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് ഞാനല്ല, എങ്കിലും പറയാണ്. അവരിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു വിഷമാണ്. അയ്യോ എന്റെ മരുന്ന് എനിക്ക് മരുന്ന് കഴിക്കണേ. നിന്നെ പോലെ ഓഫ് ചെയ്തിരിക്കില്ല. ദിവസത്തിലൊരു 400 അലാറം വയ്ക്കും. ഈ 400 അലാറും അവളും ഓഫ് ചെയ്യില്ല, നമ്മളും ഓഫ് ചെയ്യണം. ഞാനൊക്കെ ഉറങ്ങുമ്പോഴായിരിക്കും ഇവളുടെ ഈ അലാറം ഇങ്ങനെ അടിക്കുക. എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എന്തൊക്കെ അലാറം വെക്കാൻ ചോദിക്കും. തുണി ഇടണം, തുണി മടക്കി വെക്കണം, ഇത് ചെയ്യണം, ഉറങ്ങണം, ഈ സമയത്ത് നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവള് അലാറം വെക്കും. നീക്കുന്ന ആൾക്കാർ അലാറം വെക്കാട്ടോ.
ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യണം വിചാരിക്കുന്നത് മറക്കും. അപ്പൊ കറക്റ്റ് ഇന്ന ടൈമിൽ ചെയ്യണം പറയാൻ എന്റെ ജ്യൂസ് കുടിക്കുന്ന ടൈമിൽ ഞാൻ അലർം വയ്ക്കും. അപ്പൊ അതൊക്കെ ഒരു കറക്റ്റ് ടൈമിൽ അലർം വെച്ച് നമ്മൾ ആ സമയം ചെയ്യും. നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ. ഏത് സമയം വാഷ്റൂമിലിരിക്കും. ഐ മീൻ ഈ അലാറം അടിക്കുന്ന സമയമല്ല. പപ്പ വിളിക്കൂട്ടോ. പപ്പ വിളിക്കുമ്പില്ലേ നിക്കട്ടെ പപ്പ ഇപ്പൊ വരാം, ഇപ്പൊ ചോദിച്ചിട്ട് വരാണ്ടോ. അതെന്താ സംഭവം എന്നിട്ട് പപ്പ എപ്പോഴും പറയും ഈ കാന്താരിനെ വിളിച്ച ഇങ്ങനെ തന്നെയാണ്. നമ്മള് കൊറേ നേരം ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കായിരിക്കും. അപ്പൊ പെട്ടെന്ന് പപ്പ വിളിച്ച് കൊറേ നേരം സംസാരിക്കും. അപ്പൊ നമ്മള് എന്താ നേരം ഇങ്ങനെ കൊറേ നേരം ഇരുന്ന് അത് അറിയാലോ നിങ്ങക്ക്. അപ്പൊ വേഗം പോയിട്ട് ഒളിച്ചിട്ട് വന്നിട്ട് സമാധാനത്തിൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കും. അത് പപ്പയ്ക്ക് അറിയാം. വാവയ്ക്ക് എന്തോ അതെ, വാവ അങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴായിരിക്കും അപ്പൊ അവൾക്ക് എന്തായാലും നീക്കണം. പോയി ഇതാക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കും, ഈ കുട്ടിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അല്ല നീക്കുമ്പോ മാത്രം ഞാൻ ശരി ശരി പോട്ടെ പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. നല്ല വെള്ളം കുടിക്കുന്ന ഒരു കുട്ടിയുടെ രോദനമാണിത്. പിന്നെ ഇല്ല വേണം. ഇക്കടി അവിടെ കള്ളത്തി ഇക്കടി ഇക്കടി. ശരി ഇങ്ങോട്ടോ കറങ്ങി വീഴും. ഇപ്പൊ തലയിറങ്ങാൻ തുടങ്ങും. ഇത് പറഞ്ഞപ്പോഴാ ചെറുതിന് ആർക്കെങ്കിലും വേണേ പറ ഗീവ് അവേ കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഒരു ചാക്കും കൊണ്ട് ഗേറ്റിന്റെ അവിടെ നിൽക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. എന്താ വേണ്ട അതിന് മുകളിൽ എന്താ ഒരു ഇലയൊക്കെ എടുക്കുന്ന ആ മമ്മി എടുത്തുതരാം. ഉമ്മ തരാൻ വരുന്നുണ്ട്. ഉമ്മ തരാണ്ട് അങ്ങോട്ട് പോയി ഇരിക്കുക. എന്താ അപ്പൊ വാവക്കുട്ടി ഒരു കവറ് മേടിക്കാൻ വേണ്ടി പോയേക്കുവാണ് കേട്ടോ. നമ്മള് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. സോള് വന്നിട്ട് വേഗം പാലക്കാട്ടിലോട്ട്. എഴുതുന്ന ദിവസം വാവക്കുട്ടി ഇതാ നമ്മളുടെ പേപ്പറില് നെയിമൊക്കെ എഴുതുക കേട്ടോ. എഴുതാൻ പറ്റില്ല. പാതിരിക്കോട്ടി. ഓക്കെ പൈസ എടുക്കണോ? ഓക്കെ മഴ പെയ്യോ? എന്താ നീ പറയണേ? മഴ പെയ്യും. പാലക്കാട് നല്ല മഴ ഉണ്ടെന്നൊക്കെ പറയുന്നു. റോഡൊക്കെ സീനാണ് പറയുന്നുണ്ട്. പക്ഷെ നല്ല ക്ലൈമറ്റ്. എനിക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ശരിക്കും വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാനാ, ഊനാലായിട്ട് ഇരിക്കാല്ലേ. പുള്ളിക്ക് എപ്പോഴും ഞാൻ ജിമ്മിന് പോവല്ലേ ഈ ഒരു ടൈമില്. സോ നമ്മൾ കരിക്ക് കുടിക്കാൻ തോന്നുന്നു. അവിടെ വരുമ്പോ പക്ഷെ എനിക്ക് കരിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. കോൾഡൊന്നും മാറിയിട്ടാണ്. നല്ല തണുപ്പില്ല കരിക്ക. ഓക്കെ ഇനി എന്തായാലും ATM പോയിട്ട് പൈസ എടുത്തിട്ട് പിന്നെ ഒറ്റ വിടലാണ് നമ്മൾ പാലക്കാട്. ഇടത്തരെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ. 1 minute വെയിറ്റ്. ഹൈലൈറ്റ് മാത്രമേ കാണുള്ളൂ. മേക്കപ്പ് ഒന്നും കാണാനില്ല. പൈസ കിട്ടി. ആ ചേച്ചിക്ക് പൈസ കിട്ടിയിട്ടാണ് എടുത്തു കൊടുക്കായിരുന്നു. വലിയ പാവം. അയ്യോ ഞങ്ങൾ എത്തി. ബട്ട് പാർക്കിംഗ് എവിടെയാന്ന് അറിയുന്നൂടാ. പാർക്ക് ഇവിടെയൊക്കെ വണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഞങ്ങളൊരു കുഴിയിലങ്ങോട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എടുക്കുമ്പോഴാണ് പ്രശ്നം. ഇതും റിവേഴ്സ് ആയിട്ടല്ലല്ലോ നിർത്തിയത്. അപ്പൊ നിന്റെ ചേച്ചി സിംഗു ആണ്. അത് മനസ്സിലായി എനിക്ക് കുറെ കിട്ടും. എന്തായാലും ഞങ്ങൾ അറിഞ്ഞിട്ട് അതാണ് എന്റെ ഏറെ വേഗം പേടി. മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. അങ്ങനെയല്ല എനിക്കിഷ്ടമാണ് ക്യാൻഡിമാൻ. ഗൈസ് ഞങ്ങൾ പോട്ടെ. ബൈ. ഹലോ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ എന്താ പറയാ കല്യാണമല്ല റിസപ്ഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൂം ആൻഡ് ബ്രൈഡ് കേട്ടോ. നമ്മളുടെ റിലേറ്റീവ് ചേട്ടനാണ്. സോ യാ ചേച്ചിയുടെ ഡ്രസ്സും മേക്കപ്പൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? സൂപ്പർ. ചൂപ്പയുണ്ടോ?
പെരുന്നാളൊക്കെ ഒരുങ്ങണ്ടേ? അതെ. ഇവിടെ ഒരു അങ്കിൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. നിർത്താതെ പെട്ടെന്ന് വരാനാണ് പറയുന്നത്. ഉണ്ണി അറിയാണ്ട് നിർത്തി പോവുകയാണ്. ഇതോൾ എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തിട്ട് വേണം നമുക്ക് വീട്ടിൽ പോവാൻ. ലാസ്റ്റ് നമുക്ക് അങ്കിൾ തന്നെ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളെ കൊണ്ടുപോകും. സക്സസ്, ഞങ്ങൾക്ക് സൂപ്പറായിട്ട് എടുത്തു. അതിൽ ഇൻട്രസ്റ്റ്. ഓക്കെ, നീയാണോ സീറ്റ് ബെൽറ്റ്? കള്ളി ഡ്രൈവറാണ് ഇത്രേ, ഡ്രൈവർ. ഞാൻ ഇതാക്കണില്ലേ, ഇത് ബാക്കി റിവേഴ്സ് എടുത്തിന്റെ കിങ്കിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ചേട്ടൻ നമുക്ക് വണ്ടി എടുത്തു. നമുക്ക് ഉണ്ണി ചെയ്യുമായിരുന്നു, ബട്ട് ഉണ്ണിക്ക് കുറച്ചൊരു സമയം നമ്മൾ കൊടുക്കണം. ഞാൻ ചേട്ടൻ സൂപ്പറായിട്ട് എടുത്തു. ഇംപ്രസ്ഡ് ആയി. എന്താ പക്ഷേ ആ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാ എടുക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഓരോ വട്ടം ഫെയിൽ ആവുമ്പോഴും ചേട്ടൻ ഞാൻ എടുത്തരാം മെല്ലാണ് പറയുന്നില്ല, ഭയങ്കര അങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടി അങ്ങനെയൊക്കെ പറയുന്നില്ല. അതെ, പക്ഷെ എല്ലാ വട്ടം അയാൾ ഞാൻ എടുത്തരാ പറയണ്ടോ. അപ്പൊ ഫസ്റ്റ് കൊടുക്കരുത്. ഞാൻ പറഞ്ഞു എനിക്കിത് എടുക്കണമല്ലോ. ചേട്ടൻ എടുത്താന്ന്. കാരണം ഭയങ്കര കുണ്ടില്ല. ഞാൻ വരുമ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വഴിക്ക് പോലും. ഇത് എങ്ങനെയെങ്കിലും ഇല്ല, ആൾക്കാർ വരും. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു വണ്ടി നോക്കാൻ. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു അങ്കിൾ വന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു അങ്കിൾ വന്നു. രണ്ടുപേരും ഇവിടെ ഇരിക്കണ്ടായിരുന്നു ആയിട്ടത്ത്. എങ്ങനെയായാലും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ആരെങ്കിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പാർക്ക് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ എത്ര ഇത് കിട്ടിയിരിക്കണം എന്നൊക്കെ കമന്റ് ബോക്സിലൊക്കെ വന്നു. നമുക്കത് ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. പിന്നെ ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്കലൊക്കെ പോകുമ്പോ എങ്ങനെ പാർക്ക് ചെയ്യും, എങ്ങനെ അത് ചെയ്യും, ഇനിയിപ്പോ വണ്ടി ഓഫായ ആൾക്കാർ ചീത്ത അറിയോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും പേടിക്കണ്ട. നമ്മളിപ്പോ ബിഗിനർ ആയതിപ്പോ നമ്മൾ എൽബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് എൽബോർഡിന്റെ ആവശ്യമില്ല. എന്നാലും നമ്മളൊരു പെണ്ണ ഓടിക്കണെന്ന് പറഞ്ഞാൽ, പെണ്ണ് എന്നല്ല ആരെ ഓടിക്കണെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവിടെ പോയാലും എന്നെ നല്ല രീതിയിൽ ചീത്തയൊന്നും പറയാണ്ട് കറക്റ്റ് ആയിട്ട്, ഇപ്പൊ വണ്ടി നടു റോഡിൽ ഓഫ് ആയാലും ആൾക്കാരൊക്കെ നല്ല കൂളായിട്ടാണ് ഹാൻഡിൽ. പക്ഷെ പാനിക് ആവാതെ കുറച്ച് ആൾക്കാർ ചുറ്റിനും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ നമ്മൾ ഓട്ടി പഠിക്കണം. യെസ്, അപ്പോൾ നമ്മൾ ഇനി പോവാണ്. ഇനി പാട്ടൊക്കെ ഇട്ട് നൈസായിട്ട് പോവാം. പക്ഷെ നമ്മൾ വന്നപ്പോ ഇത്തിരി നല്ല എൻജോയ് ചെയ്തിട്ട് വന്നിട്ടോ, പാട്ടൊക്കെ ഇട്ട് നല്ല ഇതായിട്ട്. നല്ല സ്പീഡിലാ വന്നു. ഇനി നമുക്ക് മെല്ലെ പോവാം. എന്തായാലും നമുക്ക് പോവാം. എന്തോ കാര്യം പറയാൻ പോയിരുന്നു, മറന്നുപോയി. ബൈ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ലാഡറിൽ വന്നിരിക്കുകയാണ്. നമ്മൾ എന്തോ ഉണ്ണിക്ക് എന്തോ മാംഗോ പുഡിങ് എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ലാഡറിൻ്റെ ഉള്ളിലേക്ക് വരണം. സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മേടിക്കാം. എനിക്കാണെങ്കിൽ ഒക്കെ വന്നിട്ട് കഴിഞ്ഞാൽ ഇത്രയും നേരം പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോഴേക്കും ഉണ്ണി ലാഡറിൽ കയറ്റിയാണ് കേട്ടോ പറഞ്ഞു. അപ്പം എനിക്ക് ഞാൻ വേണമോ എന്ന് പറഞ്ഞു. ഉണ്ണി വേണം എന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും പ്രതിക്കാൻ പറ്റില്ല. ലെറ്റ്സ് ഗോ. ബൈ. ഇങ്ങോട്ട് തിരി. സാധനം മേടിക്കണം. അങ്ങനെ ഞങ്ങൾ പോയി വന്നു. അതിൻ്റെ ഉള്ളിൽ എന്ത് ലിഫ്റ്റിൽ എത്ര തിരക്ക്. എവിടെ വണ്ടിയാതാ, ലിഫ്റ്റിൽ എന്താ തിരക്കില്ലേ. പിന്നെ ഞങ്ങൾ നടക്കാൻ വരുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലത്തെ ലിഫ്റ്റിലൊരു കുട്ടി ഇങ്ങനെ കയറിയിട്ട് വന്ന് വിളിച്ചില്ലേ, തുറന്ന് കണ്ടു വിളിച്ചു. അത്രയും ഞങ്ങളോട് ബുക്ക് ചെയ്തു. ഇതാണ്ട് വണ്ടി ഇവൾക്ക് അന്തല്ല, ഇവളെ പാർക്ക് ചെയ്തത്. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. മമ്മി വിളിക്കണ്ടായിരുന്നു. മമ്മി എന്താ വിളിച്ചിട്ട് തുറക്ക് 2 വട്ടം വിളിക്കും. ഓ ഗൈസ്, അപ്പം നമ്മൾ മാംഗോ പുഡിങ്ങിലുള്ളത് ക്യാൻസൽ ആയിരിക്കുന്നു. വേറെ ഒന്നുമല്ല, മാങ്ങ നമ്മൾ ഇവിടെ ഈ കടയിൽ മമ്മി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കട അടച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ണി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മാങ്ങ, നല്ല പഴുത്ത മാങ്ങ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ കഴിച്ചു. അത് മേടിച്ചു പന്നിയാണ് വിചാരിച്ചു. അതും എന്താ പറയുക, മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ലാസ്റ്റത്തെ നമ്മൾ വരുമ്പോൾ മമ്മി അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നാളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
ഓക്കെ ഗൈസ് ബൈ. ആ ലാഡറിലാ, പക്ഷെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാന്ന് മാത്രം. കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു കേട്ടോ രണ്ടാളും. അപ്പോഴത്തേനും നല്ലൊരു മഴയൊക്കെ പെയ്തു. അറിയില്ല അവൾക്ക് എന്താ എന്നോട് കളി. എന്നൊക്കെ ബോട്ടിൽ വെച്ച് കളിക്കട്ടെ കുഞ്ഞാ, അതെടുക്ക് പൊന്നെ. അവള് ബോട്ടിൽ താഴെ അവിടെ അല്ല അവിടെ ഇവളില്ലേ ഓടിയിട്ട് അവള് ബോട്ടിൽ താഴെ വെച്ചു. അവള് എന്താറിയോ പിന്നില്ലേ അതിന്റെ അവള് ഇവിടെ വെക്കേണ്ടതിന് ഞാൻ എന്തോ പറഞ്ഞപ്പോ നിലത്ത് വെച്ചിരിക്കുക. ഞാൻ എന്ത് ചെയ്ത് അവളുടെ ബോട്ടിലെടുത്ത് അവളല്ലേ കൊണ്ടുവന്നത്. എന്നിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കി സുണ്ടപ്പല്ലേ ഒപ്പിക്കും പറയും. ഒറ്റയ്ക്ക് പോകുമ്പോ ഇതായാലും പരിപാടി ഓരോന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനൊന്നും ഉണ്ടാവേയില്ല. അല്ലാതെ ഒരാള് പോകുമ്പോ അത് എന്തെങ്കിലും ഉണ്ട്. എന്താ ഒപ്പിച്ചാൽ നമ്മളറിയില്ലല്ലോ ബാബേ. അല്ല ഞാൻ പോകുമ്പില്ലേ അവള് പ്രോ ഡ്രൈവറാണ്. അതെ ഞാൻ പോകുമ്പോ അവള് നല്ല പ്രോ. ഞാൻ പോകുമ്പോ അവള് പ്രോ ആണ്. അതെ. പക്ഷെ ഞങ്ങളുടെ ഇറങ്ങി നിന്നൊക്കെ ഇത് റീസെയിൽ കൾച്ചറിൽ നമുക്ക് ഗോപി ചേച്ചി കൊണ്ട് തന്ന ഡ്രസ്സാണ് കേട്ടോ. കാരണല്ലേ നിങ്ങൾ ഇവിടെ എന്തോ പോയിട്ടുണ്ട്. ഇത് മന്ദാരം അല്ല, ഇത് റീസെയിൽ കൾച്ചറാണ്. നമ്മള് റെന്റൽ ഡ്രസ്സാണ്. പൊന്നെ അങ്ങോട്ട് ഇന്നലെ കല്യാണ ടൈമാണ് പറഞ്ഞിട്ട് ക്ലാരിറ്റി അവിടെ കുറച്ച് ബാക്കിൽ സാരില്ല. അപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോ കുറച്ച് അങ്ങോട്ട് നിൽക്കുന്ന കുറച്ച് ബാക്കിൽ നിൽക്കുക. ആ സോലിഡ് കൈവിടെ പണ്ടും ഇങ്ങനെ തന്നെ ഇതിന്റെ സ്വഭാവം കേട്ടോ. അതിന് ചളിയും തോന്നുമ്പോ ഇതാണ് കേട്ടോ 2 ഡ്രസ്സ്. നമ്മുടെ കുട്ടി വാ. അയ്യോ വാകുട്ടി ഇതാട്ടോ. വാകുട്ടർ കമ്മലിയാണ്. വാകുട്ടർ കമ്മലിയാണ്. ശരി പോട്ടെ. വാകുട്ടർ കമ്മല് കാണിക്കാൻ വേണ്ടി മറന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കമ്മല്. ഇതും തന്നെയാണ് നമ്മള് കാണിക്കാൻ വേണ്ടി മറന്നു. അത് നമ്മൾ കമ്മലൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സ് മാത്രം ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് വന്നാട്ടോ. ഞങ്ങള് ഇന്നലെ പോയി നോക്കി വെച്ചതായിരുന്നു. എന്നിട്ട് കമ്മലൊക്കെ കളറായിട്ട് ആള് അതൊക്കെ പാക്ക് ചെയ്തിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിത്തിരി വലിയ കമ്മല് ഇങ്ങനെ ഇടുമ്പോ നല്ല ഭംഗിയാണ്. എനിക്ക് ഒന്നാമത് ഞാൻ വലിയ കമ്മലുകളും അങ്ങനെ കമ്മലുകളെ അങ്ങനെ ഇടാറില്ല. ഒരു രസമുണ്ട്. പപ്പ മമ്മിക്ക് കൊടുത്ത ഗോൾഡ് കമ്മലിന്റെ എപ്പോഴും ആ സ്റ്റഡ് തന്നെ ഇട്ട് വെക്കുക. പിന്നെ എപ്പോഴേലൊക്കെ ഒരു ഇതിനു വേണ്ടി ഒരു കമ്മലിടും. അതും മമ്മിയുടെ കൂടെ മമ്മിക്ക് ഒരു കമ്മൽ കളക്ഷൻ ഉണ്ട്. അതിന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നല്ല രസമുണ്ട്. ഓക്കെ നമുക്ക് ചേച്ചിക്ക് കൊടുക്കണ്ട. അങ്ങനെ വരത്തില്ല, കൊടുക്കണം. എന്തോ കട്ടി മോനെ തിരിഞ്ഞിട്ട് ചേച്ചിക്ക് ഹവായി വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരാള്. ഇതെന്താ കിഴി? ചേച്ചി അനിയത്തിയും പിന്നെ കിഴി വാങ്ങിക്കാൻ മിടുക്കത്തിയോളാ. എവിടെ പോയാലും പിന്നെ ഇതിനൊരു കുറവില്ല. ഷവായല്ല അവള് ഹവായ വാങ്ങിയേക്കുന്നത്. കിട്ടിയില്ലണ്ണി. ചിക്കൻ കഴിഞ്ഞു ഇത്ര അടുത്ത്. തെണ്ടി തിരിഞ്ഞ് സിനിമ കണ്ട് ഷവായും കഴിച്ചിട്ട് വരിക. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനൊന്ന് ഒരു സിനിമയ്ക്ക് പോയിട്ട് എനിക്ക് ഉണ്ണിക്ക് ഒരു ഷവായ ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീക്കെൻഡ് വ്ളോഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മമ്മിയുടെ ചിരി കേട്ടിട്ട് മമ്മി വീഡിയോക്ക് ചാന്തി എടുക്കുന്നു തോന്നുന്നു എനിക്ക്. ഇല്ല അങ്ങനെ തോന്നി ചിര. ഓക്കെ അപ്പൊ എന്തായാലും ബൈ ഗൈസ്. മമ്മിയെ കാണിച്ചുതരാം. വേണ്ട നല്ല രസമുണ്ട് മമ്മി. ഇതാണ് എന്റെ സുന്ദരി മമ്മി. കാണിക്കണ്ട പറഞ്ഞ് ജാടായിട്ട് നടക്കുകയാണ്. എന്താ മമ്മിയുടെ ഉദ്ദേശം? നല്ല ഭംഗിയുണ്ട് ചന്ദനൊക്കെ ഇട്ടിട്ട്. ഇതാണ് ഈ ടോപ്പ് നമ്മുടെ മന്ദാരിയിൽ നിന്നാണ് എനിക്ക് ഗോപിക്ക് ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തന്നതാണ്. ക്യൂട്ട്.